ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. RS ബ്ലോഗിന്റെ അടുത്തൊരു ചെറിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് മീൻ വളർത്തുന്നുണ്ട്, ബ്രാല്. അപ്പൊ അതൊരു 2 പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മൾ നേരെ നമുക്ക് മീൻ പിടിക്കാൻ പോകല്ലേ? ഓക്കെ, കമോൺ, മീൻ പിടിക്കാൻ നമുക്ക് പോവാം. ചെറിയൊരു കുഴിയുണ്ട്, അപ്പൊ കുഴിയിലാണ് നമ്മൾ മീൻ വിട്ടിരിക്കുന്നത്. കുറച്ചൊക്കെ പിടിച്ചിട്ട് വരും, കുറച്ചേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇന്ന് 2 ബ്രാലിനെ പിടിച്ച് നമ്മൾ ഇന്ന് വളർത്തും. കുറെ ദിവസമായി ബ്രാല് പിടിക്കുന്നതിനോട്ട് നടക്കണം. ഇന്ന് നമ്മൾ അതൊന്നും ഒരു ബ്രാൻഡിനെ പിടിക്കുക ഒന്നല്ല, അത്ര കുഞ്ഞാ പറഞ്ഞ 5 നമുക്ക് നമ്മളപ്പോൾ അങ്ങനെ ബ്രാൻഡ് ഫ്രൈ ആക്കാനാണ് സാധ്യത. നമുക്കൊക്കെ അപ്പോൾ നമ്മളത് പിടിച്ച് ബക്കറ്റിലിടണമല്ലോ. കുഞ്ഞാ ബക്കറ്റ് എടുക്കും, കളഞ്ഞോ കളഞ്ഞോ. വലിയ നോക്കി പിടിക്കാട്ടോ, വലിയ ബ്രാൻഡ് നോക്കി പിടിക്കല്ലേ? വലിയ നോക്കി പിടിക്കാം. കുഞ്ഞാ ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് ഇതാണ് കേട്ടോ. ഞാൻ കുത്തി കുളമാക്കിയ കുളം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ ഞാൻ കുത്തി കുളമാക്കിയ കുളമാണിത്. അതിൽ നമ്മളൊരു കുറച്ച് ബ്രാലുണ്ടായിരുന്നു. ഒരു 3-4 ദിവസം മുന്നേ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, വേറെ പാർട്ടിക്ക് കൊടുത്തു. അവരൊന്നും പിടിച്ചിട്ട് പോയി, അതൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ചുള്ള ഒരു ബാലൻസ് ചെറിയ ഐറ്റങ്ങളൊക്കെ അവർ എടുത്ത് പോയതാണ്. ചെറിയ ഐറ്റം പറഞ്ഞാൽ 500 ഗ്രാമിന് താഴെയുള്ളതൊന്നും അവരെടുക്കില്ല. അതുകൊണ്ട് തന്നെ 500 ഗ്രാമിന് താഴെയുള്ളത് അവിടെ കുറച്ചൊന്നുണ്ട്. അപ്പം നമുക്കായിട്ട് ഇനി ആഴ്ചയ്ക്ക് ഒരു 2 വർക്കാലെന്ന് പറഞ്ഞിട്ട് എത്ര ഉണ്ടാവും? ഒരു 10-30 ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ പിടിക്കാൻ പോവാണ്. ഞാനപ്പോൾ ആദ്യം ബ്രാലിൽ ഒന്ന് വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ്ടോ നമ്മുടെ ബ്രാൽ കുട്ടന്മാർ കളിക്കുന്നുണ്ടാ. ഇതാ ഒരാൾ കയറി അവിടെ കിടക്കുന്നു. ഇതാണ് നമ്മുടെ ബ്രാൽ ഐറ്റങ്ങൾ. അപ്പോൾ അവർ കുറച്ചുകൂടി ഇട്ട് പോയതാണ്, അതായത് അവർക്ക് വലിയ ഐറ്റങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ബ്രാലാണ്. വലിയ നോക്കി പിടിക്കട്ടെ, വലുതല്ലേ, അല്ലേ ഒരേ ടൈപ്പ് അല്ലേ? ഇതാ ഒന്നുകൂടി പിടിച്ചോ. 2 ഒന്ന് 4 പറഞ്ഞേ. നല്ല മതി. അപ്പൊ 4 ബ്രാല് പിടിച്ചിട്ടുണ്ട് കേട്ടോ. 4 എണ്ണം പിടിച്ചിട്ടുണ്ട്. ഓക്കെ, പോട്ടെ. അമ്മു നല്ല കേരാം. അപ്പൊ വഴുക്കലുണ്ട്, കാരണം ബ്രാല് നല്ല വഴുക്കലാണ്. അപ്പൊ 4 ബ്രാല് നമ്മളൊന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളമൊക്കെ വലിച്ചുകൊണ്ട് ഇനിയിപ്പോ മോട്ടർ വെച്ച് നടക്കാൻ വെള്ളം കേറണല്ലോ. എങ്ങനെ കയറി ഞാൻ? ഓക്കെ, ഞാൻ കയറാം. ശരിയാ. അയ്യോ, അങ്ങനെ നമ്മൾ ബ്രാലിനെ പിടിച്ച് ചട്ടിയിലാക്കി. ഇനിയാണ് പണിയില്ലേ. ഇനി ബ്രാലിനെ കറിയാക്കണ്ടേ? അപ്പോൾ തന്നെ നമ്മൾ കൊണ്ടുപോയി ഇതാട്ടാ നമ്മുടെ ബ്രാല് കാണാനാണ്. നമ്മൾ കുത്തി നമ്മൾ വളർത്തിയെടുത്ത നമ്മുടെ ബ്രാൽ കണ്ട വലിപ്പം കണ്ട. ഇതിനേക്കാളും വലിപ്പമുള്ളതൊക്കെ ആശാൻ വരെ കൊണ്ടുപോയി. വലിപ്പം കുറവതിനൊക്കെ നമുക്ക് ഇവിടെ ഇട്ടാണ്. ഇതിന് നമ്മൾ കറി വെച്ചിട്ട് തിന്നാ എണ്ണയിലിട്ട് പൊരിച്ച് നമ്മൾ അലക്കാൻ പോകണം കേട്ടാ ബ്രാലിന്. ഈ ബ്രാലിൽ നിന്ന് നമ്മൾ കറിയാക്കും, ഈ ബ്രാലിൽ നിന്ന് നമ്മൾ പൊരിക്കും. മീനൊക്കെ നേരെയാക്കി അടിപൊളി ഫ്രഷ് ആക്കിയിട്ട് നമ്മൾ തോലുരിച്ചോട്ടെ. അതോടെ കുറച്ച് സമയമായി, അതൊന്നും വീഡിയോ എടുത്തില്ല. കാരണം എന്താ പറയുക, അതിൽ സമയം പിടിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തോലെ കുറിച്ച് ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് കഷ്ണങ്ങളാക്കി സെറ്റപ്പ് ചെയ്യാൻ പോകണം. നമ്മളിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക അല്ലേ? കഷ്ണങ്ങളാക്കിയിട്ട് മുട്ടും മടയൊക്കെ തിരിച്ചിട്ടൊന്ന് വറക്കാം. കഷ്ണങ്ങളൊക്കെ രണ്ടെണ്ണം തിളങ്ങാണ്. അത് തോലുരിച്ച് കഴിഞ്ഞാൽ നല്ല തിളക്കമാണ്, കാണാൻ തന്നെ ഫ്രഷാണ്. നമ്മളപ്പോൾ തോലുരിക്കും. എപ്പോഴും തോലുരിച്ചാലും ഇഷ്ടം, അവർക്കൊരു തോലുരിച്ചാലും ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെയില്ല. നമ്മൾ തോലെ കുറിച്ച് അടിപൊളിയാക്കിയിട്ട് എടുക്കും. മറുപടി വലിപ്പിടിക്കില്ല അല്ലേ? പിന്നെ നമ്മളതിന് മുളകും ഇതൊക്കെ തിരുമ്പി വയ്ക്കാം അല്ലേ? അപ്പോൾ മുളക് പൊടി ഇതൊക്കെ ഇടൽ മാത്രമാണ് നമുക്ക് മേടത്തിൻ്റെ ഇത്. തിരുമ്പല് നമ്മുടെ ഡ്യൂട്ടിയാണ്. മറുപടി വലിപ്പടി കിട്ടിയാലും നമ്മൾ മേടം ലേശം വെള്ളം വെച്ചു. അപ്പം നന്നായിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ വെക്കാം. സമയം വെക്കണം, അത്രയും നല്ലതാണ്. ഉപ്പ് മുളക് ഇട്ട് വേണ്ടി വെച്ചാൽ ഉപ്പ് മുളകിട്ട് പിടിക്കും. അതായത് കുറച്ച് 5 മിനിറ്റ് ആക്കുന്നുണ്ട് അല്ലേ? പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ശരി സെറ്റപ്പ് ഇല്ലേ? ഓക്കെ ആയിരിക്കും അല്ലേ? ഉപ്പും മുളകൊക്കെ തിരുമ്പി റെഡിയായി സെറ്റാണ്, സെറ്റ്. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരം വെക്കാം. കാരണം എന്താ പറഞ്ഞാൽ ഉച്ചയായി വെക്കാൻ തുടങ്ങി. ഇനി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലാണ്ട് വറുത്ത് കഴിഞ്ഞാൽ ഫ്രൈ ആക്കിയിട്ട് കപ്പ് നല്ല കലം. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് നേരം ഇരിക്കട്ടെ. അപ്പം ഉപ്പുമുളക് തിരുമ്പി വെച്ച് നമ്മൾ വറക്കാൻ പോകണം, പൊരിക്കാൻ പോകണം കേട്ടോ. കുഞ്ഞാവ് അടുത്തിരിക്കുകയാണല്ലോ, പൊരിച്ചു കഴിഞ്ഞാൽ വഴിക്കരുത് കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാവ് അടുത്തിരിക്കുകയാണ്. രാവിലെ നമ്മൾ പൊരിക്കാൻ പോകണ്ട.
കുപ്പിയിലുള്ള എണ്ണ കഴിഞ്ഞ അടുത്ത കുപ്പിയിൽ എണ്ണ ആക്കി വെക്കണേ. കുപ്പിയിൽ എണ്ണ കഴിഞ്ഞിരിക്കണോ? അപ്പൊ ഇനി നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കഴിക്കാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ചെറിയ കേട്ടോ ഞാൻ ചോറിനാ എന്നിട്ട്. ഓക്കെ, എണ്ണ ചൂടായിക്കൊണ്ടിരിക്കണം കേട്ടോ, നന്നായിട്ട് തിളക്കട്ടെ. അപ്പൊ നമ്മൾ നേരെ കഷ്ണങ്ങൾ എടുത്ത് നമുക്ക് എണ്ണയിലേക്ക് നമ്മൾ കടലിൽ കിടക്കുന്ന മീനുകളെ അവിടെ കൊണ്ടുവന്ന് നമ്മൾ വാങ്ങി കഴിക്കുന്നില്ലേ. ഇത് പറഞ്ഞ ഫ്രഷാണ്. നമ്മൾ നല്ല തീറ്റ കൊടുത്ത് വാങ്ങി വേസ്റ്റ് സാധനങ്ങളൊന്നും അല്ല അതിന് കൊടുക്കും. നല്ല പെല്ലറ്റ് തീറ്റ കൊടുത്തിട്ട് നമ്മൾ ഈ വരാലിനെയൊക്കെ വളർത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അടിപൊളി സാധനമാണ്. വീഡിയോ വന്നിട്ട് വീഡിയോ എടുക്കുന്ന ആയതുകൊണ്ട് വീഡിയോയിൽ നിന്ന് മാറി നിൽക്കണം. നമ്മളിവിടെ അല്ലെ നമ്മൾ വീഡിയോ മാറി നിൽക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഒരിക്കലും വേറെ കാര്യങ്ങൾക്ക് സമയമുണ്ട്. ഏത് അല്ലേ? അവിടെ ഞങ്ങളതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ചിറാപ്പൂട്ടിക്ക് വീഡിയോ എടുക്കാൻ പോയി മഴ വന്നപ്പോൾ പോയി അടിപൊളി മഴയായിരുന്നു. നമ്മുടെ ഇവിടെ പുറത്ത് പോയി കോട്ടാക്കത്തിൽ വെളിയിൽ പോകുമ്പോഴേക്കും മഴ പോയി. അപ്പോൾ വീട് തിരിച്ചു വന്നിട്ട് നമ്മൾ അയാൾ വീട് മറക്കാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ പോകുന്നത്. അപ്പോൾ അയാൾ കെട്ടിയിട്ട് കളിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇനി ഇവിടെ അയാളൊക്കെ പൊരിച്ച് കഴിഞ്ഞ് നമ്മൾ ഈ ഫുഡ് കഴിക്കാം. സമയം 2 മണിയായി. ഞങ്ങൾക്കാണെങ്കിൽ വെച്ചാൽ തുടങ്ങും. അപ്പോൾ ഈ ചിറാപ്പൂട്ടി എടുത്ത് നമ്മൾ ചിറാപ്പൂട്ടിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ റോഡിലൊക്കെ ഭയങ്കര വെള്ളമാണ്. അത് നല്ല തൊട്ടപ്പൊട്ടാണ്. അപ്പോൾ കാട്ടിൽ നല്ല ചോര ഒഴിച്ചു വരും. അപ്പോൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്കൂളൊക്കെ കഴിഞ്ഞിട്ടില്ലായിരുന്നു പരിപാടി. അപ്പോൾ നല്ല രീതിയിൽ മൊഴി. അപ്പോൾ നമ്മുടെ വ്യാലിൻ്റെ കഷ്ണങ്ങൾ ചെടികൾ നന്നായിട്ട് മൊഴിയുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴയാണ് എന്തായാലും. പുറത്തല്ലേ നല്ല പടപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ നേരമായി. മറിച്ചിടാം ഒരുവിധം പൊള്ളി തുടങ്ങി. അതെ, 1 വർഷമായി മീൻ വളർത്തി. ഇന്നാണ് കേട്ടോ ഞങ്ങൾ കുറിച്ച് ഇത്ര നാൾ എപ്പോഴും പറയും നമുക്ക് സമയം കിട്ടിയില്ല. ഇന്നാണ് വെള്ളം മാറ്റുന്നത് കറക്റ്റ് സമയം കിട്ടിയത്. അപ്പോൾ തിരിച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി ആകും എന്തായാലും പൊരിഞ്ഞ് കിട്ടുമ്പോൾ അല്ലേ? ഇനി ഒരു 5 മിനിറ്റ് കൂടി ആവൂലേ? നന്നായി മൊരിയട്ടെ കേട്ടോ. അപ്പോൾ മീനൊക്കെ പൊരിഞ്ഞു എടുക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ വരലാലൊക്കെ പൊരിച്ച് കഴിഞ്ഞ് ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ വീട്ടിൽ വളർത്തിയ മീനിനെ എടുത്തിട്ട് നമ്മൾ 1 വർഷമായിട്ട് നമ്മൾ മീൻ വളർത്തുന്ന തുടങ്ങിയിട്ട് അല്ലേ? 1 വർഷമായി. അപ്പോൾ കുറച്ച് കൊടുത്ത് നമ്മൾ വളർത്തുന്നതുകൊണ്ട് നമ്മൾ മീൻ പൊരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഇപ്പോൾ കുഞ്ഞാവിയും അവർക്ക് മീൻ വളർത്തും. എന്നാൽ പിന്നെ 2 മീൻ പിടിക്കാതെ 4 വരാലിനെ പിടിച്ച് നമ്മൾ പൊരിച്ചിട്ടുണ്ട്. പൊരിച്ച് ഇനിയിപ്പോൾ റെഡിയായി. ഇനിയിപ്പോൾ ഊണ് കഴിക്കാൻ പോട്ടെ. അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, മറക്കരുത്. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കൂടെ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോട്ടാ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതേപോലെയുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.